ടീൻ സ്പിരിറ്റ് ചർച്ച് ആൻഡ് സയൻസിൽ ജൂഹി എൽസ് ജോർജും സിൻഡോവി വർഗീസും ശാസ്ത്രജ്ഞനായ മാർപ്പാപ്പയെക്കുറിച്ച് എഴുതുന്നു. ശാസ്ത്രജ്ഞനായ ഒരു മാർപ്പാപ്പയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കത്തോലിക്ക സഭ ശാസ്ത്രത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഇതുപോലൊരു വിവരം പറഞ്ഞു കേൾക്കുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പോപ്പ് സിൽവസ്റ്റർ രണ്ടാമനാണ് ആ മാർപ്പാപ്പ. ഫ്രാൻസിൽ ജനിച്ച പണ്ഡിതനും അധ്യാപകനുമായ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഗർബർട്ട് ഓഫ് ഒറിലാക് എന്നായിരുന്നു. 999 മുതൽ 1003 വരെ അദ്ദേഹം കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായിരുന്നു. ജ്യോതിശാസ്ത്രം, സംഗീതം, ഗണിതശാസ്ത്രം, ലത്തീൻ സാഹിത്യം, തത്വചിന്ത, ദൈവശാസ്ത്രം എന്നിവയിൽ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. യൂറോപ്പിൽ ആദ്യമായി ദശാംശ സംഖ്യ സംവിധാനം അവതരിപ്പിച്ചത് സിൽവസ്റ്റർ രണ്ടാമൻ പാപ്പയാണ്. തൻ്റെ അബാക്കസിലൂടെ പാപ്പ അവതരിപ്പിച്ച പ്ലേറ്റ് വാല്യൂ സംവിധാനമാണ് ഇന്നും ഗണിതശാസ്ത്രത്തിൽ ഉപയോഗത്തിലിരിക്കുന്നത്. ആദ്യത്തെ മെക്കാനിക്കൽ ക്ലോക്ക് മാർപ്പാപ്പയുടെ കണ്ടുപിടുത്തമായിരുന്നു. ശാസ്ത്രലോകത്തിൽ പത്രോസിൻ്റെ സിംഹാസനത്തിൽ കയ്യൊപ്പ് പോലും വീണിട്ടുള്ളപ്പോൾ ശാസ്ത്രത്തെയും വിശ്വാസത്തെയും ഒരുമിച്ച് ചേർക്കാൻ കഴിയില്ല എന്ന അബദ്ധധാരണകളെ നമുക്ക് ഒന്ന് പുനഃപരിശോധിക്കാം.